കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറേയേറെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ സത്യത്തിൽ സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ മീഡിയകൾ കൃത്യമായി നേരിട്ട് പോയി അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തുന്നു. 24 ചാനൽ, റിപ്പോർട്ടർ, മീഡിയ വൺ, ഇവർ പിന്നെ എല്ലാ ചാനലുകളും ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ സമീപനം വളരെ നിരുത്തരവാദപരമാണെന്ന് പറയേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വ്യക്തിപരമല്ല. ഞാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ കേരളത്തിലെ അതിൻ്റെ ചീഫിനോട് വളരെ സ്നേഹവും ആദരവുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്ന, ഇന്നലെ എനിക്ക് അയച്ചിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങളൊരു സത്യവാങ്മൂലം കൊടുത്തൊരു തെളിവ് തരണം എന്നാണ്. എന്താണ് സത്യവാങ്മൂലം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ തെറ്റായ വിവരമാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഭാരതീയ ന്യായ സംഹിതയുടെ ഇന്ന വകുപ്പ് പ്രകാരം നിങ്ങൾക്കെതിരെ ശിക്ഷ ഉണ്ടാവുന്നതാണ്. അപ്പോൾ സത്യത്തിൽ ഞാനൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ആ വിവരം വെച്ച് എനിക്കെതിരെ എന്നെപ്പറ്റി ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കാൻ വ്യഗ്രത കാണിച്ച ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും ഗുരുതരമായ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സുവോമോട്ടോ അന്വേഷിക്കും എന്ന് പ്രഖ്യാപിക്കലാണ് അതിൻ്റെ സൗന്ദര്യം ശരിയെന്ന് പറയുന്നത്. അതിന് പകരം ഞങ്ങളൊക്കെ ഇനി സത്യവാങ്മൂലം കൊടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, സത്യവാങ്മൂലം കൊടുത്തിട്ടാണെങ്കിലും ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവരും. ഈ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവന്നാൽ ഇവിടെയുള്ള ഇലക്ഷൻ ക്യാൻസലാക്കാൻ വേണ്ടിയൊന്നല്ല ഞാൻ പറയുന്നത്. അതിനുവേണ്ടിയുള്ള കേസ് വേറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർലമെൻറ്റ് ഹൈക്കോടതിയിൽ ആ കേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫോം 6 ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ നമ്മൾ മണ്ഡലം പുനർനിർണയം എന്നൊക്കെ പറയുന്നത് എന്താ? അല്ലെ, മണ്ഡലത്തിൻ്റെ അതിർത്തി നിർണ്ണയിക്കുന്ന എന്തിനാണ്? ഇലക്ഷൻ നിയമപ്രകാരം ഒരു വാർഡിന് അതിർത്തിയുണ്ട്, ഒരു നിയമസഭാ മണ്ഡലത്തിന് അതിർത്തിയുണ്ട്, പാർലമെൻറ്റ് മണ്ഡലത്തിന് അതിർത്തിയുണ്ട്, ജില്ലാ പഞ്ചായത്തിന് അതിർത്തിയുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിന് അതിർത്തിയുണ്ട്. ആ അതിർത്തിക്കകത്തുള്ള വോട്ടർമാരാണ് അവിടുത്തെ വോട്ടർമാരായിട്ട് വരേണ്ടത്. ആ വോട്ടർമാരുടെ പ്രതിനിധിയാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അങ്ങനെ അല്ലാത്ത ആളുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷൻ പ്രാതിനിധ്യ നിയമത്തിൽ ഈ ഓർഡിനറി റെസിഡൻസ് എന്ന് പറയുന്ന ഒരു ക്ലോസ് കൊണ്ടുവച്ചിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് വീടുള്ളത് കൊണ്ടോ നിങ്ങളവിടെ സ്ഥലമുള്ളത് കൊണ്ടോ നിങ്ങൾ അവിടുത്തെ വോട്ടർ ആവുന്നില്ല. നിങ്ങൾ വോട്ടർ ആവണമെങ്കിൽ നിങ്ങൾ 6 മാസം അവിടെ താമസിക്കുന്നതിൻ്റെ തെളിവുണ്ടാവണം എന്നുള്ളതാണ്. ആ തെളിവ് കൊടുക്കുക എന്നുള്ളതാണ്, മേടിക്കുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചേർക്കുമ്പോൾ അവർ പാലിക്കേണ്ട നിയമപരമായ ഉത്തരവാദിത്തം. അതിന് പകരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 ഇലക്ഷനിൽ അത് വളരെ ലഘൂകരിച്ച് ഒരു പോസ്റ്റൽ കാർഡ് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് വോട്ടറാവാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് പഞ്ചായത്ത് ഇലക്ഷൻ അത് പറ്റില്ല. പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങൾ ഹിയറിംഗ് വിളിച്ച് നിങ്ങൾ നേരിട്ട് ഹാജരായി നിങ്ങൾക്ക് തെളിവ് കൊടുക്കണം. അന്ന് നേരിട്ട് ഹാജരാവേണ്ട, ഹിയറിംഗ് ഇല്ല. BLO നേരിട്ട് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വോട്ടായി മാറുകയാണ്. അപ്പോൾ BJPയുടെ മെമ്പർഷിപ്പ് നിങ്ങൾ പിന്നെ എന്താണ് മിസ് കോൾ അടിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞ പോലെയാണ് സത്യം പറഞ്ഞാൽ വോട്ടർമാരെ വോട്ട് ചേർക്കുന്ന പരിപാടി ഉണ്ടായിരുന്നത്. BJPയുടെ മെമ്പർഷിപ്പ് മിസ് കോൾ അടിച്ചാൽ കൊടുത്തുകൊണ്ടിരുന്ന പോലെ വോട്ടർമാരെ പോസ്റ്റ് കാർഡ് കാണിച്ചാൽ വോട്ട് ചേർക്കാൻ കഴിയുമെന്ന് പറയുന്ന പരിപാടിയാണ് ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ഇലക്ഷൻ കാണിച്ചത്. അത് കൃത്യമായി അറിയാവുന്ന BJPക്കാർ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള BJPക്കാരായിട്ടുള്ള വോട്ടർമാരെ ഇവിടേക്ക് ബൾക്കായി കൊണ്ടുവന്ന് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ആ എണ്ണം 10,000-കണക്കിന് എണ്ണമാണ്. ആ എണ്ണം ഇവിടുത്തെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുതാണോ വലുതാണോ എന്ന ചോദ്യം അപ്രസക്തമാണ്. അവിടെ നടന്നിരിക്കുന്ന ആ മാനിപ്പുലേഷൻ ജനാധിപത്യത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ കാണിച്ചിരിക്കുന്ന നിസ്സംഗമായ സമീപനം, ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ഇക്കാര്യത്തിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള സമീപനം ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നില്ല എന്ന് കാണിക്കുന്നതും, ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പുറത്തു വരുമ്പോൾ നിങ്ങൾ മീഡിയ പ്രവർത്തകന്മാർക്ക് 2024 ലോക്സഭാ ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് പരിശോധിച്ചാൽ സൈറ്റ് ബ്ലോക്കാണ്. നടരാജ് പരശുരാം ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാനായി. നടരാജ്, ഇപ്പോൾ VS സുനിൽകുമാർ പറഞ്ഞതുപോലെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആശ്വാസമുണ്ട്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ മണ്ഡലത്തിൽ വ്യാജ വോട്ടും ഇരട്ട വോട്ടും ഒക്കെ ഉണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചെങ്കിലും ഒരു ഇടപെടലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മാധ്യമങ്ങളുടെ ഇടപെടൽ ആശ്വാസകരമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നു നമ്മുടെ കണ്ടെത്തൽ? പ്രധാനമായും നമ്മൾ പുറത്തുവിട്ട തെളിവുകൾ, ഒരു ഫ്ളാറ്റിലെ ഒരു അഡ്രസ്സിൽ അവിടെ താമസമില്ലാത്തവരുടെ പേരിൽ വോട്ട് ചേർക്കപ്പെട്ടിരുന്നു എന്നുള്ള വളരെ ഗുരുതരമായ വാർത്തയാണ് നമ്മൾ പുറത്തുവിട്ടത്. അതൊരു വീട്ടുടമ തന്നെ നമ്മളോട് പറയുന്ന വൈറ്റാണ് നമ്മൾ പുറത്തുവിട്ടത്. അതിൽ പ്രസന്ന എന്ന വീട്ടുടമ പറയുന്നു, അവരുടെ വീട്ടിൽ അവരറിയാത്ത 9 വോട്ടുകൾ, ആ വോട്ടുകൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ചതാണ് 9 വോട്ടുകൾ ചേർന്നെന്നാണ് പറയുന്നത്. സുനിൽകുമാർ പറയുന്നത്, ഞങ്ങൾ ഈ വിഷയങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ്, അത് തെളിവായി വാർത്തയായി പുറത്തു വരുന്നത് സന്തോഷം എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ പരാതി നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും പരാതി ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിന് ഇത്തരത്തിൽ വോട്ട് ചേർക്കുന്നതിന് ചട്ടം ലഘൂകരിച്ചിരുന്നു. അതായത് മിസ് കോൾ അടിച്ചാൽ BJP മെമ്പർഷിപ്പ് കിട്ടുന്ന പോലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ഒരുക്കി. ചട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലംഘിച്ച് വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാണ്.
തയ്യാറാവണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഏതായാലും ഞെട്ടിക്കുന്ന വിവരമാണ് മീഡിയ വൺ പുറത്തുവിട്ടത്. ഒരു ഫ്ളാറ്റിൽ 9 വോട്ടുകൾ വ്യാജ വോട്ടുകൾ ചേർത്തതിന്റെ വിവരം തെളിവ് സഹിതമാണ് ഇന്ന് രാവിലെ മീഡിയ വൺ പുറത്തുവിട്ടത്. ഇപ്പോൾ നടരാജ പരശുറാം സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ വീട്ടുകാരുമായി നമ്മൾ സംസാരിച്ചു. അപ്പോൾ പറയുന്നത് ഇത് ആരാണെന്നറിയില്ല, എവിടെയുള്ള ആൾക്കാരാണെന്നറിയില്ല, എനിക്ക് മാത്രമാണ് ഈ വീട്ടിൽ വോട്ടുള്ളത് എന്ന് പ്രസന്ന നമ്മളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇനി പ്രധാനമായി നോക്കാനുള്ളത് ഇതെങ്ങനെയാണ് ഇത്തരത്തിൽ വോട്ട് ചേർത്തത്, ആരാണ് ഇതിന് പിന്നിൽ, ഇതെന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. രാവിലെ നടരാജ പരശുറാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഫ്ളാറ്റിലെ വിവരങ്ങൾ മാത്രമാണ്. ഇനിയും നിരവധി ഇത്തരത്തിലുള്ള വാർത്തകൾ വരാനിരിക്കുന്നു എന്നുള്ള സൂചന നടരാജ് നൽകുകയും ചെയ്തിരുന്നു. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നാണ് നടരാജ പരശുറാം പറയുന്നത്. മറ്റു വാർത്തയിലേക്ക്.